നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ക്ലബിനൊപ്പം അഥവാ ക്ലബ്ബ് തലത്തിൽ എല്ലാ കിരീടങ്ങളും മെസ്സി സ്വന്തമാക്കിയിരുന്നു. പക്ഷേ അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പം ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഏറെ കാലം മെസ്സി വേട്ടയാടപ്പെട്ടു. പക്ഷേ അതിനെല്ലാം മറുപടി നൽകാൻ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞു. അർജന്റീനക്കൊപ്പം എല്ലാം മെസ്സി നേടിക്കഴിഞ്ഞു. കോപ്പ അമേരിക്കയും ഫൈനലിസ്മയും ഖത്തർ വേൾഡ് കപ്പ് കിരീടവുമെല്ലാം ഇപ്പോൾ ലയണൽ മെസ്സിയുടെ ഷെൽഫിലുണ്ട്. മാത്രമല്ല വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരം മെസ്സി ആയിരുന്നു. ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരം മെസ്സിക്ക് ലഭിച്ചു. മാത്രമല്ല ബാലൻഡിയോർ പുരസ്കാരം മെസ്സിക്ക് ലഭിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങളുള്ള താരം അതിപ്പോൾ ലയണൽ മെസ്സി മാത്രമാണ്. ഇതിന് പിന്നാലെ മറ്റൊരു പുരസ്കാരം കൂടി മെസ്സിയെ ഇപ്പോൾ തേടിയെത്തിയിട്ടുണ്ട്. ഒളിമ്പിയ ഡി ഓർ എന്ന അവാർഡാണ് മെസ്സിയെ തേടിയെത്തിയിട്ടുള്ളത്. 2023 അഥവാ ഈ വർഷത്തെ ഒളിമ്പിയ ഡി ഓർ ആണ് മെസ്സിക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് അർജന്റീനയിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരമാണ് ഒളിമ്പിയ ഡി ഓർ. ഒരിക്കൽ കൂടി ലയണൽ മെസ്സി അർജന്റീനയിലെ ഏറ്റവും മികച്ച കായിക താരമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇതൊരു പുതിയ റെക്കോർഡ് കൂടിയാണ്. അതായത് ഒളിമ്പിയ ഡി ഓർ ഏറ്റവും കൂടുതൽ തവണ നേടുന്ന താരമായി മാറാനും മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 തവണയാണ് മെസ്സി ഇത് കരസ്ഥമാക്കിയിട്ടുള്ളത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 16 തവണ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള താരം കൂടിയാണ് ലയണൽ മെസ്സി. അങ്ങനെ അർജന്റീനയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരമായിക്കൊണ്ട്, കായിക താരമായിക്കൊണ്ട് ലയണൽ മെസ്സി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.